ഇതൊരു വർഗീയ പരസ്യമാണ് എന്ന മറ്റുള്ള UDF പ്രചരണം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് വർഗീയമാവുക എനിക്കറിയില്ല. അതിനകത്ത് പറഞ്ഞ എന്താണ്? എന്തെങ്കിലും പരമത വിദ്വേഷം അതിനകത്ത് പറയുന്നുണ്ടോ? ഏതെങ്കിലും സമുദായങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന എന്തെങ്കിലും പറയുന്നുണ്ടോ? ഏതെങ്കിലും മതത്തെ ആക്ഷേപിക്കുന്ന കണ്ടന്റ് ഉണ്ടോ? ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന യുവാവ് അദ്ദേഹം സജീവമായി RSS രാഷ്ട്രീയത്തിനകത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ഇടപെടലുകൾ ഏത് സമുദായത്തിനെതിരെയായിരുന്നു? ഏത് സമുദായത്തെയായിരുന്നു അദ്ദേഹം ആക്രമിച്ചുകൊണ്ടിരുന്നത്? ഏത് സമുദായത്തിനെതിരെയാണ് അദ്ദേഹം വിദ്വേഷം ചീറ്റിക്കൊണ്ടിരുന്നത്? അത് ആ സമുദായത്തെ ഓർമ്മിപ്പിക്കുക, അതിനൊരു പാത്ത്, അത്രേ ഉള്ളൂ. 2 പത്രങ്ങളെ തെരഞ്ഞെടുക്കുക. അല്ലാതെ ഇതിനകത്തോടെ വർഗീയത. നിങ്ങൾക്കെതിരായി നിരന്തരം വംശഹത്യ ആഹ്വാനം നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ പാളയത്തിലാണ്. അത് ഓർമ്മ വേണം എന്ന ഒരു രാഷ്ട്രീയമായ സന്ദേശം കൊടുക്കുകയാണ്. അതിന്റെ തെറ്റ് അതിൽ പറയുന്ന കാര്യത്തിലുള്ള പ്രശ്നമുള്ളത്. സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് അതിൽ വരുത്തിയിരിക്കുന്ന ഏതെങ്കിലും കാര്യം വസ്തുതാവിരുദ്ധമാണെന്ന് പറയാൻ പറ്റുമോ? അതിൽ ഏത് കാര്യത്തെയാണ് സന്ദീപ് വാര്യർ തള്ളി പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറയട്ടെ, നമ്മൾ ഇതിനു മുമ്പ് സന്ദീപ് വാര്യർ CPIM-ലേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ ഘട്ടത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് CPM-ലേക്ക് വന്നാലും ഇത്രമേൽ വംശീയമായ നിലപാട് സ്വീകരിക്കുന്ന, പരമത വിദ്വേഷം നിരന്തരം വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ എങ്ങനെ ഞങ്ങൾക്കൊപ്പം ചേർക്കുമെന്ന് വിശദീകരിക്കാൻ CPM-ന് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിനും ഇപ്പോഴും ആ പൂർണ്ണമായ ബാധ്യത കോൺഗ്രസ് നിറവേറ്റി കഴിഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കുന്ന ആളാണ്.